Hi students, welcome back to another section of personality development and communication skill. ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് സ്ട്രെസ്സിനെ കുറിച്ചും സ്ട്രെസ് മാനേജ്മെൻറ്റിനെ കുറിച്ചുമായിരുന്നു. സോ എന്താണ് സ്ട്രെസ്, അല്ലെങ്കിൽ വാട്ട് ആർ ദ സോഴ്സസ് ഓഫ് സ്ട്രെസ്, സ്ട്രെസ്സിന് കാരണമാകുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണ് എന്നൊക്കെയായിരുന്നു നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒരു വ്യക്തിക്ക് സ്ട്രെസ് ഉണ്ടാവാനുള്ള പ്രധാന കാരണങ്ങൾ നമുക്കറിയാം. ഫിയർ ആയിരിക്കാം, ഭയപ്പാടായിരിക്കാം, ദെൻ വർക്കായിരിക്കാം, ജോലി, ജോബ്, ആങ്സൈറ്റി, ദെൻ വറീസ്, ഫിയർ, സ്ലീപ്പ് പ്രോബ്ലം, അല്ലെങ്കിൽ ടൈം മാനേജ്മെൻ്റ് ആവാം, അല്ലെങ്കിൽ അയാളുടെ ഹെൽത്ത്, അല്ലെങ്കിൽ അയാളുടെ ഫാമിലി മെമ്പേഴ്സിൻ്റെ ഹെൽത്ത്, സിക്ക്, ഇങ്ങനെയുള്ള ഒരുപാട് ഫാക്ടേഴ്സ് ആയിരിക്കും ഒരു വ്യക്തിക്ക് സ്ട്രെസ് ഉണ്ടാവാനുള്ള കാരണം. ആ വ്യക്തിക്ക് സമ്മർദ്ദം അല്ലെങ്കിൽ ടെൻഷൻ എന്നൊക്കെ നമ്മൾ പറയും. ഇതുണ്ടാവാനുള്ള പ്രധാന കാരണങ്ങളാണ് കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. എന്താണ് സ്ട്രെസ് എന്നും അതുപോലെ തന്നെ സ്ട്രെസ് മാനേജ്മെൻറ്റ് എന്താണ് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നത്. ഇപ്പോൾ ഞാൻ നിങ്ങളോട് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്, വാട്ട് ഈസ് സ്ട്രെസ്? ഇപ്പോൾ ഞാൻ ആ ചോദ്യം നിങ്ങളോട് ചോദിക്കുമ്പോൾ തന്നെ ഒരുപക്ഷെ നിങ്ങളിൽ പലരുടെയും റിയാക്ഷൻ ഇങ്ങനെയായിരിക്കാം. സോ അപ്പോൾ തന്നെ നമുക്കറിയാം നിങ്ങൾക്ക് ഒരു സ്ട്രെസ്സ് ഫീൽ ചെയ്തിരിക്കുകയാണ്. ഒരു ക്ലാസ്സിൽ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ പെട്ടെന്നൊരു സ്ട്രെസ്സ് ഫോം ചെയ്യുകയാണ്. അപ്പോൾ എല്ലാവർക്കും അങ്ങനെ ആയിരിക്കണം എന്നില്ല. അപ്പോൾ നമുക്ക് ലെറ്റ് us see what is stress. There is no definition of stress that everyone agrees on. What is stressful for one person may be pleasurable or have a little effect on others. We all react to stress differently. ഇപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് നോക്കുക, എല്ലാ വ്യക്തികൾക്കും സ്ട്രെസ് എന്ന് പറയുന്നത് ഒരുപോലെ ആയിരിക്കില്ല. ഒരു വ്യക്തിക്ക് സ്ട്രെസ് ഉണ്ടാവുന്ന കാര്യം മറ്റൊരു വ്യക്തിക്ക് അത് സ്ട്രെസ് ഉളവാക്കുന്നില്ല അല്ലെങ്കിൽ ഉണ്ടാക്കുന്നില്ല. അപ്പോൾ ഇപ്പോൾ തന്നെ നമുക്കറിയാം, ഫോർ എക്സാമ്പിൾ ഇപ്പോഴത്തെ നമ്മുടെ പഴയ എഡ്യൂക്കേഷൻ പ്ലാറ്റ്ഫോം മാറിയിരിക്കുകയാണ്, ഓൺലൈനിലേക്ക് മാറിയിരിക്കുകയാണ്. അപ്പോൾ തന്നെ അവിടെ ഒരു കുറേയധികം വിദ്യാർത്ഥികൾക്കും അല്ലെങ്കിൽ കുറേയധികം അധ്യാപകർക്കും അതൊരു സ്ട്രെസ് അവിടെ ഫോം ചെയ്തിരിക്കുകയാണ്. പഴയ ടെക്നോളജി, ക്ലാസ് റൂം ടെക്നോളജിയിൽ നിന്നും മാറി നമ്മൾ ഓൺലൈൻ അല്ലെങ്കിൽ വെബിലൂടെ ഉള്ള ഓൺലൈൻ ക്ലാസ്സസൊക്കെ അറേഞ്ച് ചെയ്യുമ്പോൾ ആ ഒരു ചേഞ്ച് അതവിടെ ഒരു സ്ട്രെസ്സ് ഫോം ചെയ്തിരിക്കുകയാണ്. എന്നാൽ എല്ലാവർക്കും അത് അങ്ങനെ ആയിരിക്കണമെന്നില്ല. ആ പ്ലാറ്റ്ഫോം ഉപയോഗിച്ച് ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ അത് യൂസ്ഡ് ആയിട്ടുള്ള അത് ഉപയോഗിച്ചിട്ടുള്ള വിദ്യാർത്ഥികൾക്കോ അല്ലെങ്കിൽ അധ്യാപകർക്കോ അത് പെട്ടെന്നൊരു സ്ട്രെസ്സിന് കാരണമാകുന്നില്ല. സോ പല വ്യക്തികൾക്കും സ്ട്രെസ് ഉണ്ടാകാനുള്ള കാരണങ്ങൾ വ്യത്യസ്തമായിരിക്കും. സോ അത് ഡിഫറെൻറ്റ് പേഴ്സൺസ്, ഒരാൾക്കത് സ്ട്രെസ് ഉണ്ടാക്കുന്നെങ്കിൽ മറ്റേ ആൾക്കതൊരു സന്തോഷമായിരിക്കും ഉളവാക്കുക. സോ നമുക്കറിയാം, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സ്ട്രെസ് മാനേജ്മെൻറ്റിനെ കുറിച്ച്, അതിൻ്റെ ഡെഫിനിഷനെ കുറിച്ചൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. സോ നമുക്ക് ഈ ഒരു സെഷനിൽ ഹൗ റിലാക്സേഷൻ ക്യാൻ ഇംപ്രൂവ് കോൺസെൻട്രേഷൻ എന്നുള്ള ഒരു ടോപ്പിക്കാണ് നമ്മുടെ സിലബസിൽ പറയുന്നുണ്ട്. എങ്ങനെ കോൺസെൻട്രേഷൻ ഇംപ്രൂവ് ചെയ്യാം, പ്രാക്ടിക്കലായിട്ട് നമ്മുടെ സ്റ്റുഡൻസിനൊക്കെ ഒരു ടിപ്സ് ആണെന്നാണ് എനിക്കിത് തോന്നുന്നത്. ഹൗ റിലാക്സേഷൻ ക്യാൻ ഇംപ്രൂവ് കോൺസെൻട്രേഷൻ. നമ്മൾ റിലാക്സേഷൻ മെത്തേഡുകൾ ഉപയോഗിച്ച് നമ്മുടെ കോൺസെൻട്രേഷനെ എങ്ങനെ കൂട്ടാം എന്നുള്ളതിനൊരു 6 പോയിൻറ്റ്സാണ് ഇവിടെ പോയിൻ്റ് ഔട്ട് ചെയ്തിരിക്കുന്നത്. പലപ്പോഴും ഈ സ്ട്രെസ്സിനെ കുറയ്ക്കുവാൻ വേണ്ടി ജോലി ചെയ്യുന്ന സ്ഥലങ്ങളിൽ അല്ലെങ്കിൽ എംപ്ലോയീസും ഒക്കെ പ്രാക്ടീസ് ചെയ്യാറുണ്ട് ഇത്തരത്തിലുള്ള ചില ചെറിയ ടെക്നിക്സ്. അപ്പോൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് പോയിൻറ്റ്, ടേക്ക് എ ഷോർട്ട് വാക്ക് and feel the bottom of your feet as your steps connect to the
ഗ്രൗണ്ട്. സോ ഒരു ടെൻഷൻ ഉണ്ടാകുന്ന സമയത്ത് ഒരു ഷോർട്ട് വാക്ക്, ഒരു ചെറിയൊരു നടത്തം അല്ലെങ്കിൽ ഒരു ഷോർട്ട് വാക്ക് നമ്മൾ നടത്തുക. അപ്പോൾ നമുക്കൊരു ഫീൽ ഉണ്ടാകും. നമ്മുടെ ഫീറ്റ് നമ്മളെ സ്റ്റെപ്പ് എർത്തിൽ ഗ്രൗണ്ടിൽ ചവിട്ടുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഫീൽ, അത് ബെറ്റർ ഐ തിങ്ക് നമുക്ക് ചെരുപ്പില്ലാതെ നടക്കുമ്പോൾ, നമ്മുടെ ഒരു ഗ്രാസ് ലാൻഡിൽ കൂടെ അല്ലെ പുല്ലുള്ള സ്ഥലത്തൂടെ ചെരുപ്പില്ലാതെ നടക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു ഫീൽ, നമ്മുടെ ഫീറ്റ് ആ ഗ്രൗണ്ടിൽ ടച്ച് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഫീൽ, ആ ഫീല് നമുക്ക് വളരെ നല്ലൊരു റിലാക്സേഷൻ പ്രൊവൈഡ് ചെയ്യുന്നു. അതുകൊണ്ടായിരിക്കാം കൊച്ചുകുട്ടികളൊക്കെ ചെരുപ്പ് ഉപയോഗിക്കാതെ കുറേ നടക്കുന്നതൊക്കെ നല്ലതാണ് എന്നുള്ളത്. നമ്മുടെ സെൻസറി ഓർഗൻസിനെ ഒന്ന് സ്റ്റിമുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അത് സഹായിക്കും. സോ അപ്പോൾ നമുക്കൊരു റിലാക്സേഷൻ അവിടെ ഫീൽ ചെയ്യുകയാണ്. ദ സെക്കൻഡ് പോയിൻറ്റ്, നോട്ടീസ് 5 തിങ്സ് അറൗണ്ട് യു ദാറ്റ് ക്യാൻ ബി സീൻ. നിങ്ങൾ കാണുന്ന ഒരു 5 കാര്യങ്ങളിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ കൊണ്ടുപോവുക. നോട്ടീസ് 5 തിങ്സ്. ഏതെങ്കിലും 5 കാര്യങ്ങളാവാം. നിങ്ങളുടെ ചുറ്റുമുള്ള ഒരു മരമാകാം, അല്ലെങ്കിൽ ഒരു വെഹിക്കിളാവാം, ഒരു വണ്ടിയാകാം, അല്ലെങ്കിൽ ഒരു ആനിമൽ ആവാം, ഒരു ലിവിങ് തിങ് ഓർ നോൺ ലിവിങ് തിങ്. എന്തെങ്കിലും ഒരു 5 കാര്യങ്ങളിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ കൊണ്ടുപോവുക. അങ്ങനെ ചെയ്തു കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്കൊരു റിലാക്സേഷൻ ഫീൽ ചെയ്യുകയാണ്. ഈ മെത്തേഡിലൂടെ ഒക്കെ നമുക്ക് വി ക്യാൻ ഇംപ്രൂവ് അവർ കോൺസെൻട്രേഷൻ. അതാണ് ഇതിൻ്റെ പ്രാധാന്യം. Then the third point is, listen to 4 sounds you can identify. നിങ്ങൾ കേൾക്കുന്ന പല സൗണ്ടുകളിൽ നിന്നും ഒരു 4 സൗണ്ട്, അല്ലെങ്കിൽ ആ സൗണ്ടിനെ നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യുക. ഇതിൻ്റെ സൗണ്ടാണ്, അല്ലെങ്കിൽ ഇത് ഒരു മഴ പെയ്യുന്ന സൗണ്ടാണ്, അല്ലെങ്കിൽ ഇത് കാറ്റിൻ്റെ ഒരു സൗണ്ടാണ്, അല്ലെങ്കിൽ ഇത് ഇലകൾ അനങ്ങുന്ന ഒരു സൗണ്ടാണ്, അല്ലെങ്കിൽ ഒരു പക്ഷി ചിലയ്ക്കുന്ന സൗണ്ടാണ്, അത് ഏത് പക്ഷിയാണ്. സോ ഇങ്ങനെയുള്ള ഒരു 4 കാര്യങ്ങളിലേക്ക്, അല്ലെങ്കിൽ പുഴയിൽ വെള്ളം ഒഴുകുന്നു, ആ സൗണ്ട് നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യുക. അല്ലെങ്കിൽ ഒരു വ്യക്തി സംസാരിക്കുന്നു. ഇങ്ങനെയുള്ള ഏതെങ്കിലും ഒരു 4 കാര്യങ്ങളിലേക്ക് നമ്മുടെ ശ്രദ്ധയെ കോൺസെൻട്രേറ്റ് ചെയ്താൽ അത് നമുക്കൊരു വലിയ റിലാക്സേഷൻ പ്രൊവൈഡ് ചെയ്യുന്നു. ദെൻ ദ ഫോർത്ത് പോയിൻറ്റ്, ടച്ച് 3 ഡിഫറെൻ്റ് ഓബ്ജക്ട്സ്, ഫീലിംഗ് ദ ഷേപ്പ് ആൻഡ് ടെക്സ്ചേഴ്സ്. ഒരു 3 ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒബ്ജക്ട്സിനെ നിങ്ങളൊന്ന് ടച്ച് ചെയ്യുക, തൊടുക. അതിൻ്റെ ഫീലിംഗ് ദ ഷേപ്സ് ആൻഡ് ടെക്സ്ചർ, അതിൻ്റെ ആ ഒരു ഷേപ്പും ആ ടെക്സ്ചറും, അതിൻ്റെ ഉപരിതലത്തിലുണ്ടാകുന്ന ആ ടെക്സ്ചറിൻ്റെ ഡിഫറൻസും ഒക്കെ നമ്മളൊന്ന് ഫീൽ ചെയ്യുക, ഒന്ന് സെൻസ് ചെയ്യുക. അപ്പോൾ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഒന്നുകിൽ ചിലപ്പോൾ റഫ് സർഫസ് ആയിരിക്കും, സ്മൂത്ത് ആയിരിക്കും, അല്ലെങ്കിൽ സ്റ്റിക്കി ആയിരിക്കും, അങ്ങനെ പല രീതിയിൽ. സോ ഇത്തരത്തിലുള്ള ഈ ഏത് സർഫസിൽ നമ്മൾ തൊടുന്ന ഒരു 3 ഡിഫറെൻറ്റ് ഒബ്ജക്ട്സിനെ നമ്മൾ തൊടുക, അതിൻ്റെ ഷേപ്പ് നമ്മൾ ഒന്ന് ഫീൽ ചെയ്യുക, ആൻഡ് ടെക്സ്ചർ. സോ ഇത് നമ്മളെ വളരെ നല്ലൊരു റിലാക്സേഷനിലേക്ക് എത്തിക്കും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇനി 5ാമത്തെ പോയിൻറ്റ്, കം ടു ദ 5th പോയിൻറ്റ്, ഐഡൻറ്റിഫൈ 2 ഡിഫറെൻറ്റ് സ്മെൽസ്. നമ്മുടെ ഈ വായുവിലുള്ള 2 ഡിഫറെൻറ്റ് സ്മെൽസിനെ നമ്മളൊന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക. ഇപ്പോൾ ചിലപ്പോൾ ഒരു ഫ്ലവറിൻ്റെ സ്മെല്ലാവാം, ചിലപ്പോൾ ഒരു പക്ഷേ ഒരു ചിക്കൻ ഫ്രൈ ചെയ്യുന്ന സ്മെല്ലാവാം. സോ ഇത്തരത്തിലുള്ള ഡിഫറെൻ്റ് ആയിട്ടുള്ള 2 സ്മെല്ലുകൾ നമ്മളൊന്ന് സെൻസ് ചെയ്യുക. അപ്പോൾ അത് നമുക്കൊരു വലിയ റിലാക്സേഷൻ, ഈ ടെൻഷനും പ്രഷറും സമ്മർദ്ദമൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ഓഫീസിലിരുന്ന് പ്രാക്ടീസ് ചെയ്യാവുന്ന കാര്യങ്ങളാണ്, അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷനിലിരുന്ന് പ്രാക്ടീസ് ചെയ്യാവുന്ന ചില ടിപ്സാണ് ഈ പറയുന്നത്. ലാസ്റ്റ്ലി 6ാമത്തെ, സ്റ്റോപ്പ് ആൻഡ് ടേക്ക് 1 ഡീപ്പ് റിലാക്സ്ഡ് ബ്രത്ത്. വളരെ നമ്മുടെ ശ്വാസോച്ഛ്വാസത്തിനെ നമ്മളൊന്ന് കൺട്രോൾ ചെയ്യുക. അതായത് ഡീപ്പ് ബ്രത്ത് എടുക്കുക, വളരെ ആഴത്തിലുള്ള വളരെ ഡീപ്പായിട്ടുള്ളൊരു നമ്മൾ വായുവിനെ ഉള്ളിലേക്ക് ശ്വാസം വലിച്ചെടുക്കുക. അങ്ങനെ വലിച്ചെടുത്തിട്ട് നമ്മളൊരു ഫ്യൂ സെക്കൻഡ്സ്, ഒരു 5-10 സെക്കൻഡ് ഒന്ന് ഹോൾഡ് ചെയ്ത് വെക്കുക. നിശ്വാസം അല്ലെങ്കിൽ പുറത്തേക്ക് ശ്വാസത്തിനെ വിടാതെ അതൊന്ന് ഹോൾഡ് ചെയ്ത് വെച്ച് കഴിഞ്ഞ് മെല്ലെ അതൊന്ന് റിലീസ് ചെയ്യുക. ആ വായുവിനെ പുറത്തേക്ക് മൂക്കിലൂടെ നമ്മൾ നിശ്വാസം, അല്ലെങ്കിൽ ഇൻഹെയിൽ ആൻഡ് എക്സെയിൽ എന്നാണ് പറയുക.
ഉള്ളിലേക്ക് ഡീപ്പായിട്ട് ഒരു ഡീപ്പ് ബ്രത്ത് എടുത്തു, ഒന്ന് ഹോൾഡ് ചെയ്തു, ദെൻ എക്സൈൽ ചെയ്യുക. സോ അങ്ങനെ ഒരു കുറച്ച് തവണ റിപ്പീറ്റ് ചെയ്ത് കഴിയുമ്പോൾ അത് നമുക്ക് വലിയൊരു റിലാക്സേഷൻ പ്രൊവൈഡ് ചെയ്യും. അപ്പോൾ ഈ മെത്തേഡുകൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ വി ക്യാൻ ഇംപ്രൂവ് അവർ കോൺസെൻട്രേഷൻ ടു. നമുക്ക് നമ്മുടെ കോൺസെൻട്രേഷൻ ഇമ്പ്രൂവ് ചെയ്യാനുള്ള, പ്രത്യേകിച്ച് സ്റ്റുഡൻസിന് പഠിക്കുമ്പോൾ കോൺസെൻട്രേഷൻ കിട്ടുന്നില്ല, സോ ഇത്തരത്തിലുള്ള പ്രോബ്ലംസൊക്കെ വരുമ്പം ഇതൊന്ന് ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ ദാറ്റ് വിൽ ബി മോർ യൂസ്ഫുൾ ആൻഡ് ഇഫക്റ്റീവ്. സോ ഈ ഒരു 6 പോയിൻറ്റ്സാണ് നമ്മൾ ഇവിടെ മെൻഷൻ ചെയ്തിരിക്കുന്നത്. സോ ഇനി നമുക്ക് പറയാനുള്ളത് സ്ട്രെസ് മാനേജ്മെൻറ്റ് ബൈ യോഗ ആൻഡ് മെഡിറ്റേഷൻ. ഈ യോഗയും മെഡിറ്റേഷനും ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എങ്ങനെ നമ്മുടെ സ്ട്രെസ്സിനെ മാനേജ് ചെയ്യാം. ഇപ്പോൾ പല ഓർഗനൈസേഷൻസിലും ചെയ്തു വരുന്ന ഒരു കാര്യമാണ് യോഗ ആൻഡ് മെഡിറ്റേഷൻ. യോഗ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഇത് പ്യുവറായിട്ട് ഇന്ത്യൻ ഒറിജിനാണ്. ഏകദേശം 5000 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ നമ്മൾ ഇന്ത്യക്കാരിൽ പ്രാക്ടീസ് ചെയ്തു വരുന്ന ഒരു റിലാക്സേഷൻ മെത്തേഡാണ് യോഗ എന്ന് പറയുന്നത്. മെഡിറ്റേഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ധ്യാനിക്കുക എന്നുള്ളതാണ്. സോ ഈ 2 മെത്തേഡിലൂടെയും നമുക്ക് വി ക്യാൻ റെഡ്യൂസ് അവർ സ്ട്രെസ്. സോ സ്ട്രെസ് മാനേജ്മെൻറ്റ് ബൈ യോഗ ആൻഡ് മെഡിറ്റേഷൻ. So let us see the definition. What do you mean by meditation? Meditation is an important and powerful technique for stress management. സ്ട്രെസ്സിനെ മാനേജ് ചെയ്യാനുള്ള വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു ടെക്നിക്കാണ് എന്ത് നമ്മൾ പറയുന്ന മെഡിറ്റേഷൻ അല്ലെങ്കിൽ ധ്യാനം. ധ്യാനത്തിലൂടെ നമ്മുടെ മനസ്സിനെ വളരെ നമുക്ക് ഫ്രീ ആക്കാൻ കഴിയുന്നു, വളരെ ലൈറ്റ് ആക്കാൻ കഴിയുന്നു, അല്ലെങ്കിൽ നമ്മുടെ ടെൻഷനെയൊക്കെ റിലീസ് ചെയ്ത് നമുക്കൊരു ഫ്രീ മൈൻഡഡ് ആക്കാൻ വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള മെഡിറ്റേഷൻ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. മെഡിറ്റേഷൻ സാധാരണ ചെയ്യേണ്ട ഒരു മെത്തേഡാണ് നമുക്കിനി പറയാൻ പോകുന്നത്. ഇനിഷ്യലി ഇറ്റ് ഈസ് അഡ്വൈസ്ഡ് ടു പ്രാക്ടീസ് എലോൺ ഫോർ ദ കോൺസെൻട്രേഷൻ, ബട്ട് ലേറ്റർ ക്യാൻ ബി പ്രാക്ടീസ്ഡ് ഇൻ ഗ്രൂപ്പ്. മെഡിറ്റേഷൻ ചെയ്യുമ്പം നമുക്ക് ആദ്യം അതിൻ്റെ ബിഗിനിങ് സ്റ്റേജിൽ സ്റ്റാർട്ടിങ്ങിൽ നമുക്ക് കൂടുതൽ കോൺസെൻട്രേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കത് തന്നെ ഒരു വ്യക്തി തന്നെയായിട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. ലേറ്റർ ക്യാൻ ബി പ്രാക്ടീസ്ഡ് ഇൻ ഗ്രൂപ്പ്. അതിനുശേഷം അതൊരു യൂസ്ഡ് ആയിക്കഴിഞ്ഞാൽ നമുക്കതൊരു ഗ്രൂപ്പിൽ പ്രാക്ടീസ് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ മെഡിറ്റേഷനെ കുറിച്ച് പറയുന്നത്. മെഡിറ്റേഷൻ ഈസ് എൻ ഇമ്പോർട്ടൻറ്റ് ആൻഡ് പവർഫുൾ ടെക്നിക് ഫോർ സ്ട്രെസ് മാനേജ്മെൻറ്റ്. സോ നമുക്കറിയാം ഇപ്പോൾ യോഗ വളരെ പ്രാധാന്യം നേടി വന്നിരിക്കുകയാണ്. അല്ലെങ്കിൽ ഇന്ത്യയിൽ മാത്രമല്ല, ലോകത്തിൽ വളരെ അധികം ആൾക്കാർ യോഗ പഠിക്കുകയും പ്രാക്ടീസ് ചെയ്യുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. യോഗ ആൻഡ് മെഡിറ്റേഷൻ, അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്നുള്ളത് നമുക്ക് ഒന്ന് നോക്കാം. സോ ഇമ്പോർട്ടൻസ് ഓഫ് യോഗ ആൻഡ് മെഡിറ്റേഷൻ. Yoga and meditation is an ancient natural practice which is useful for physical and mental health, and also it induces spirituality and human values. അപ്പോൾ ഈ യോഗ ആൻഡ് മെഡിറ്റേഷൻ എന്ന് പറയുന്നത് വളരെ പൗരാണികമായിട്ടുള്ള പുരാതന കാലം മുതൽ ചെയ്തു വരുന്ന ഒരു നാച്ചുറൽ പ്രാക്ടീസാണ്. പ്രകൃതിയോട് ചേർന്നിട്ടുള്ള ഒരു പ്രാക്ടീസാണിത്. ഇത് വിച്ച് ഈസ് യൂസ്ഫുൾ ഫോർ ഫിസിക്കൽ ആൻഡ് മെൻ്റൽ ഹെൽത്ത്. നമ്മുടെ ഫിസിക്കലായിട്ടുള്ള, അതായത് ശരീരത്തിൽ പുറമേയുള്ള ആരോഗ്യത്തിന് മാത്രമല്ല, മെൻ്റൽ ഹെൽത്തിനും കൂടെ ഇത് വളരെ യൂസ്ഫുള്ളാണ്. അപ്പോൾ നമ്മുടെ ശരീരത്തിൻ്റെ ആരോഗ്യത്തിനും, ശരീരത്തിൻ്റെ മാത്രമല്ല നമ്മുടെ മനസ്സിൻ്റെ ആരോഗ്യത്തിനും എന്ത് സഹായിക്കുന്നു? Yoga and meditation. Then let us see the types of yoga used in recent period. ഈ യോഗ എന്തൊക്കെ ടൈപ്സ് ഇപ്പോൾ യൂസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതിനെക്കുറിച്ചൊരു ബ്രീഫിംഗ് ആണ് നമുക്ക് ഇനി നോക്കാൻ പോകുന്നത്. സോ ബേസിക്കലി ഐ ടോൾഡ് യു, യോഗ ഹാസ് ഇറ്റ്സ് ഒറിജിൻ ഇൻ ഇന്ത്യ. യോഗ എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇന്ത്യയിലാണ് യോഗ ഒറിജിനേറ്റ് ചെയ്തത്. അപ്പോൾ നമ്മൾ വിചാരിക്കുന്ന പോലെ യോഗ വളരെ 5000 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഇന്ത്യയിൽ
യോഗ പ്രാക്ടീസ് ചെയ്തിരുന്നു. The beginning of yoga were developed by Indus Saraswati civilization in northern India over 5000 years ago. ഏകദേശം 5000 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഇൻഡസ് സരസ്വതി സിവിലൈസേഷൻ, ഇൻഡസ് വാലി സിവിലൈസേഷൻ എന്നൊക്കെ നിങ്ങൾ പണ്ടേ സ്കൂളിൽ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ യോഗയുടെ ബിഗിനിങ് ഇൻഡസ് സരസ്വതി സിവിലൈസേഷൻ, നോർത്ത് ഇന്ത്യയിലുള്ള ഇൻഡസ് സരസ്വതി സിവിലൈസേഷനാണ് നമ്മുടെ ഈ യോഗ, ഇന്നുള്ള യോഗയുടെ ആരംഭം അവിടെയായിരുന്നു എന്നുള്ളതാണ് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുള്ളത്. അതിലുപരിയായിട്ട് ദ വേർഡ് യോഗ വാസ് ഫസ്റ്റ് മെൻഷൻഡ് ഇൻ ദ ഓൾഡസ്റ്റ് ടെക്സ്റ്റ് ലൈക്ക് ഋഗ്വേദ. നമ്മുടെ ഋഗ്വേദ എന്ന് പറയുന്ന പുരാണ ബുക്കുകളിൽ ഈ യോഗയുടെ പ്രാധാന്യത്തെക്കുറിച്ചും യോഗയെക്കുറിച്ചും എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് കാണാൻ കഴിയുന്നത്. സോ ആക്ച്വലി പലതരത്തിലുള്ള യോഗ നമ്മുടെ ലോകത്ത് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. സോ ലെറ്റ് us see that there are many types of yoga practiced across the various parts of the world. The common type of yoga is hatha yoga. ഏറ്റവും കോമൺ ആയിട്ട് കാണുന്ന യോഗയുടെ പേരാണ് ഹഠ യോഗ. ദെൻ സുദർശൻ ക്രിയ, ഹഠയോഗ, സുദർശൻ ക്രിയ യോഗ ആൻഡ് അയ്യങ്കാർ യോഗ. ഇങ്ങനെ 3 ടൈപ്സാണ് നമ്മൾ സാധാരണ കാണുന്ന യോഗകൾ. സോ ഏതൊക്കെയാണ്? ഹഠയോഗ, സുദർശൻ ക്രിയ യോഗ ആൻഡ് അയ്യങ്കാർ യോഗ. ഇത് 3 എണ്ണമാണ് സാധാരണ നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്ന യോഗയുടെ 3 ഇനങ്ങൾ. സോ ദ നെക്സ്റ്റ് ടോപ്പിക് ഈസ് സ്ട്രെസ് റെഡ്യൂസിങ് പ്രാക്ടീസസ്. ഇപ്പോൾ എങ്ങനെയൊക്കെ സ്ട്രെസ്സിനെ റെഡ്യൂസ് ചെയ്യാമെന്നൊക്കെ നമ്മളിപ്പം പഠിച്ചു. അതിന് വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ചില പ്രാക്ടീസുകളെ കുറിച്ചാണ് ഇനി ഇവിടെ പോയിൻ്റ് ഔട്ട് ചെയ്യുന്നത്. ദ ഫസ്റ്റ് വൺ ഈസ് റെഗുലർ എക്സർസൈസ്. കൃത്യമായി റെഗുലറായിട്ട് സ്ഥിരമായി എല്ലാ ദിവസവും എക്സർസൈസ് ചെയ്യുക. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ തന്നെ നമ്മുടെ സ്ട്രെസ്സിനെ നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ കഴിയും. പലതരത്തിലുള്ള ഡിപ്രഷൻസ്, ആങ്സൈറ്റി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുറയ്ക്കുവാൻ വേണ്ടിയിട്ട് സോ റെഗുലർ എക്സർസൈസ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നു. സോ ഗെറ്റിംഗ് റെഗുലർ എക്സർസൈസ് ഹാസ് ബീൻ ഷോൺ ടു സിഗ്നിഫിക്കൻ്റ്ലി റെഡ്യൂസ് ഡിപ്രഷൻ and anxiety while increasing ghrelin, which is a hormone, a chemical that the brain releases that can be helpful for those exercising the stress withdrawal symptoms. അപ്പം നമുക്ക് ഈ ഒരു വിഡ്രോവൽ സിംറ്റംസ്, സൈക്കോളജിക്കലായിട്ടുള്ള പ്രോബ്ലംസ്, ആങ്സൈറ്റി, ചിലർക്ക് ആകാംക്ഷ കൂടുതലായിരിക്കും, ഡിപ്രഷൻസ് ഉണ്ടാവും. സോ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ നമുക്ക് ഉപയോഗിക്കാവുന്ന ഒരു മാർഗ്ഗമാണ് റെഗുലർ എക്സർസൈസ്. ഈ എക്സർസൈസ് ചെയ്യുമ്പം നമ്മുടെ ബ്രെയിനിൽ ഗലാനിൻ എന്ന് പറയുന്ന ഒരു കെമിക്കൽ പ്രൊഡ്യൂസ് ചെയ്യുന്നു. സോ ബ്രെയിൻ അത് റിലീസ് ചെയ്യുന്നു. അത് നമ്മുടെ ഒരു സ്ട്രെസ്സിനെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നു എന്നുള്ളതാണ് ഈ എക്സർസൈസിൽ നിന്ന് നമുക്ക് കിട്ടുന്ന പ്രധാന ഗുണം. The second point is muscle relaxation. So let us see what is muscle relaxation. So progressive muscle relaxation is a method to self-assess and let go of tension in the muscle by deliberately tensioning one muscle group at a time and then releasing. നമ്മുടെ ശരീരത്തിൽ നമ്മളെ മസിൽസിനൊരു ഡെലിബറേറ്റ്ലി കരുതി കൂട്ടി ഒരു ടെൻഷൻ കൊടുക്കുകയും അതുപോലെ തന്നെ ആ ടെൻഷനെ നമുക്ക് റിലീസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് മസിൽ റിലാക്സേഷൻ മെത്തേഡ് എന്ന് പറയുന്നത്. സോ ഏതൊക്കെയായിരുന്നു? ഫസ്റ്റ് മെത്തേഡ് റെഗുലർ എക്സർസൈസ്, അതുപോലെ തന്നെ മസിൽ റിലാക്സേഷൻ. ഇത് പ്രോഗ്രസീവ് ആയിട്ടുള്ള ഒരു ആക്ടിവിറ്റിയാണിത്. അതിൽ നമ്മൾ ചെയ്യുന്നത് എന്താണ്? ഒരു ഗ്രൂപ്പ് ഓഫ് മസിൽസിന് നമ്മൾ ടെൻഷൻ കൊടുക്കുന്നു, ഡെലിബറേറ്റ്ലി പർപ്പസ്ലി ടെൻഷൻ കൊടുക്കുകയും എക്സർസൈസിലൂടെ ടെൻഷൻ കൊടുക്കുന്നു. ദെൻ അതിനെ നമ്മൾ ഗ്രാജുവലി മെല്ലെ
അതിനെ റിലീസ് ചെയ്യുകയും ചെയ്യുന്ന മെത്തേഡാണ് ഈ ഒരു മസിൽ റിലാക്സേഷൻ മെത്തേഡ്. ദെൻ ദ തേർഡ് മെത്തേഡ് ഈസ് ഇനഫ് റെസ്റ്റ്. അത് നിങ്ങൾക്കറിയാം, എല്ലാ എക്സർസൈസും അല്ലെങ്കിൽ എല്ലാ ജോലിയും എല്ലാ വർക്കും കഴിയുമ്പം ശരിയായിട്ടുള്ള ഒരു റെസ്റ്റ് നമുക്ക് കിട്ടണം. ഈ റെസ്റ്റ് നമ്മൾ എടുക്കുന്നത് എങ്ങനെയാണ്? സ്ലീപ്പിലൂടെയാണ്, ഉറക്കത്തിലൂടെയാണ്. സോ യൂഷ്വലി വി ക്യാൻ സീ 7 to 9 hours ഓഫ് സ്ലീപ്പ് ഈസ് ഗുഡ് ഫോർ ഓൾ ഓഫ് us. നമുക്ക് 7 മുതൽ 9 മണിക്കൂർ വരെ നല്ല ഉറക്കം കിട്ടണം. അതാണ് നമ്മുടെ മൈൻഡിനും ബോഡിക്കും നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു, അല്ലെങ്കിൽ ടെൻഷൻസൊക്കെ ഒന്ന് റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നല്ലൊരു മെത്തേഡാണ് ഇനഫ് റെസ്റ്റ്. സോ 7 മുതൽ 9 മണിക്കൂറുള്ള ഉറക്കം. സോ അത് നമുക്ക് നല്ലൊരു ടെൻഷൻ റിലീഫ് നൽകിയാണ്. സോ ഇനഫ് റെസ്റ്റ് വിൽ റെഡ്യൂസ് ദ സ്ട്രെസ് ഇഫക്റ്റീവ്ലി. നല്ലൊരു റെസ്റ്റിംഗ് ടൈം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ടെൻഷനെയൊക്കെ ഒന്ന് റിലീസ് ചെയ്യാൻ കഴിയും. സോ എന്തൊക്കെയാണ്? ഫസ്റ്റ് വൺ ഈസ് റെഗുലർ എക്സർസൈസ്, ദെൻ മസിൽ റിലാക്സേഷൻ ആൻഡ് ഇനഫ് റെസ്റ്റ്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ചില കാര്യങ്ങൾ. എന്തിനു വേണ്ടിയിട്ടാണ്? ടെൻഷൻ അല്ലെങ്കിൽ സ്ട്രെസ്സിനെ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി ചെയ്യാവുന്ന കാര്യങ്ങളാണ്. സോ ഇനി നമുക്ക് നെക്സ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് യോഗയുടെ ഒരു കമ്പോണൻസ് ആണ്. ഡിഫറെൻ്റ് 8 അഷ്ടാംഗ യോഗ എന്നാണ് യോഗ ഇതിൽ നമ്മൾ യോഗയെ വിശേഷിപ്പിക്കുന്നത്. സോ 8 അംഗങ്ങളുള്ള അഷ്ടാംഗ യോഗ. സോ ഇതിൽ 8 എലമെൻറ്റ്സ് ആണ്. അതിനെക്കുറിച്ചുള്ള എക്സ്പ്ലനേഷനാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത്. അതിൽ അഷ്ടാംഗ യോഗയിൽ ഫസ്റ്റ് വൺ യമ എന്നാണ് പറയുന്നത്. ദറ്റ് മെൻഷൻ യുവർ ആറ്റിറ്റ്യൂഡ് ടുവേർഡ്സ് ദ എൻവയോൺമെൻറ്റ്. നമ്മളും നമ്മുടെ ചുറ്റുപാടിനോടുള്ള നമ്മുടെ ആറ്റിറ്റ്യൂഡിനെ മെൻഷൻ ചെയ്യുന്നതാണ് യമ എന്ന് പറയുന്നത്. സെക്കൻഡ് വൺ ഈസ് നിയമ. ദാറ്റ് ഈസ് യുവർ ആറ്റിറ്റ്യൂഡ് ടുവേർഡ്സ് യുവർ സെൽഫ്. നിങ്ങൾക്ക് നിങ്ങളോടുള്ള ആറ്റിറ്റ്യൂഡ്, നിങ്ങളുടെ വ്യൂ പോയിൻറ്റ് എന്താണ് എന്നുള്ളതാണ് രണ്ടാമത്തെ എലമെൻറ്റ് നിയമ. സോ യമ, നിയമ ആൻഡ് തേർഡ് വൺ ആസന. ദാറ്റ് മീൻസ് ആസന മീൻസ് ഫിസിക്കൽ എക്സർസൈസസ്. നമ്മൾ കേട്ടിട്ടുണ്ടാവും ശീർഷാസനം, ശവാസനം, കുക്കുടാസനം, ഇങ്ങനെയൊക്കെ പലതരത്തിലുള്ള എക്സർസൈസ് യോഗയിലുണ്ട്. സോ ഇത്തരത്തിലുള്ള ഫിസിക്കൽ എക്സർസൈസിനെ കുറിച്ച് ആണ് ആസന എന്ന് പറയുന്ന മൂന്നാമത്തെ എലമെൻറ്റ്. സോ ആസന ഈസ് ദ ഫിസിക്കൽ എക്സർസൈസസ്. ദെൻ ദ ഫോർത്ത് വൺ ദാറ്റ് ഈസ് പ്രാണായാമ. പ്രാണായാമ മീൻസ് ബ്രീത്തിങ് പ്രാക്ടീസസ്. സോ ശ്വാസം എടുക്കുന്നതിലൂടെ അതിലൂടെയുള്ള എക്സർസൈസും പ്രാക്ടീസുമാണ് പ്രാണായാമ ഇവിടെ യോഗയിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഇനി അഞ്ചാമത്തേതാണ് പ്രത്യാഹാര. അഞ്ചാമത്തെ എലമെൻ്റായിട്ടുള്ള പ്രത്യാഹാര. ദാറ്റ് മീൻസ് ഗെറ്റിംഗ് അവേ ഫ്രം സെൻസ് ആൻഡ് മൈൻഡ് ആക്ടിവിറ്റീസ്. നമ്മുടെ സെൻസിനെയും മൈൻഡ് ആക്ടിവിറ്റീസിനെയും അതിൽ നിന്ന് അകന്നു നിൽക്കുന്ന ഒരു പ്രക്രിയയാണ് പ്രത്യാഹാര എന്ന് പറയുന്നത്. ആൻഡ് ദ സിക്സ്ത് വൺ ഈസ് ധരണ. ധരണ മീൻസ് ഫോക്കസിങ് ദ മൈൻഡ്. നമ്മുടെ മനസ്സിലേക്ക് നമ്മുടെ ശ്രദ്ധയെ ഫോക്കസ് ചെയ്യുന്നതാണ് നമ്മളിവിടെ ധരണ എന്ന് പറയുന്നത്. ആൻഡ് ദ സെവൻത് വൺ ഈസ് ധ്യാന. നമ്മൾ പറഞ്ഞു മെഡിറ്റേഷൻ എന്ന് പറഞ്ഞു. ധ്യാനം എന്ന് പറയുന്ന മെഡിറ്റേഷൻ, അതാണ് ഇവിടെ ഏഴാമത്തെ എലമെൻറ്റ്. ആൻഡ് ദ എയ്ത്ത് വൺ ഈസ് സമാധി. സമാധി മീൻസ് ഇൻ്റഗ്രേഷൻ ആണ് സമാധി എന്ന് പറയുന്നത്. യൂണിയൻ ഓഫ് സോൾ വിത്ത് ഗോഡ്. നമ്മുടെ ആത്മാവിനെ ദൈവത്തിൽ ലയിക്കുന്ന ആ ഒരു പ്രോസസ്സാണ് സമാധി എന്ന് പറയുന്നത്. സോ യൂണിയൻ ഓഫ് സോൾ വിത്ത് ഗോഡ്. ഇങ്ങനെയുള്ള 8 എലമെൻറ്റ്സ് ആണ് അഷ്ടാംഗ യോഗയിൽ മെൻഷൻ ചെയ്തിരിക്കുന്നത്. സോ ഫസ്റ്റ് വൺ ഈസ് യാമ, സെക്കൻഡ് വൺ ഈസ് നിയമ, തേർഡ് വൺ ഈസ് ആസന, ഫോർത്ത് വൺ ഈസ് പ്രാണായാമ, ഫിഫ്ത്ത് വൺ ഈസ് പ്രത്യാഹാര, സിക്സ്ത് വൺ ഈസ് ധരണ, സെവൻത് വൺ ധ്യാന, ആൻഡ് ഫൈനൽ
Eighth one is Samadhi. So let us see what is Yama and Niyama. So Yama and Niyama, which are related to our social and individual discipline, strengthen us the integrity of a person due to high moral and ethic value, and in turn gives tremendous strength to stand against social evils. ഇപ്പോൾ നമ്മുടെ യാമ ആൻഡ് നിയമ വിച്ച് ആർ റിലേറ്റഡ് ടു സോഷ്യൽ ആൻഡ് ഇൻഡിവിജ്വൽ ഡിസിപ്ലിൻസ്, നമ്മുടെ സോഷ്യൽ സാമൂഹികവും നമ്മുടെ സ്വകാര്യവുമായിട്ടുള്ള ഇൻഡിവിജ്വൽ ഡിസിപ്ലിൻസിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുന്നു, അല്ലെങ്കിൽ ആ ഒരു ഭാഗത്തിനാണ് നമ്മൾ ഈ അതുമായിട്ട് ബന്ധപ്പെട്ടതാണ് യാമ ആൻഡ് നിയമ എന്ന് പറയുന്നത്. ഇപ്പോൾ ഇൻഡിവിജ്വൽ ആൻഡ് സോഷ്യൽ ഡിസിപ്ലിൻസ് സ്ട്രെങ്തൻ അസ്, then integrity of a person due to high moral and ethical value, നമ്മുടെ മോറലും നമ്മുടെ എത്തിക്കൽ വാല്യൂ എന്നുള്ള കാര്യത്തിനെക്കുറിച്ചും, അതുപോലെ തന്നെ നമ്മുടെ ട്രമൻഡസ് സ്ട്രെങ്ത് ടു സ്റ്റാൻഡ് അഗെയിൻസ്റ്റ് സോഷ്യൽ ഈവിൾ, ഈ സാമൂഹികമായിട്ടുള്ള മോശമായിട്ടുള്ള കാര്യങ്ങൾ അതിന് അഗെയിൻസ്റ്റായിട്ട് അതിനെ എതിർത്ത് നിൽക്കാനുള്ള നമുക്കൊരു സ്ട്രെങ്ത്ത്, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ യാമ ആൻഡ് നിയമയിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. സോ ഇൻഡിവിജ്വൽ ആൻഡ് സോഷ്യൽ ഡിസിപ്ലിൻ സ്ട്രെങ്തനസ് ദ ഇൻറ്റഗ്രിറ്റി ഓഫ് എ പേഴ്സൺ, ഇങ്ങനെയുള്ള കാര്യങ്ങളും മോറൽ എത്തിക്കൽ വാല്യൂ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇതിൽ കൂടുതലായിട്ടും ഇത് റിലേറ്റ് ചെയ്തിരിക്കുന്നത്. അടുത്ത് ആസനാസ് ആണ്. ആസനാസ് ഇൻക്ലൂഡ്സ് വേരിയസ് പോസ്റ്റേഴ്സ് ടു കീപ് ദ internal and external organs of the body well balanced for a good health for every age group of the people. So basically asanas എന്ന് പറയുന്നത് ഒരു പോസ്റ്റേഴ്സ് ആണ്, ഓരോ നമ്മൾ പൊസിഷൻസ്, അതായത് എക്സർസൈസ് ചെയ്യുമ്പോൾ നമ്മൾ പറഞ്ഞു ആസന, ശീർഷാസന എന്ന് പറഞ്ഞാൽ തല കുത്തി തല താഴേക്ക് വരുന്ന രീതിയിൽ ശരീരം മുകളിലേക്ക് ഉയർത്തി നിൽക്കുന്നതാണ് ശീർഷാസന. അതുപോലെ ശവാസന, ശവം പോലെ നമ്മൾ ബോഡി പോലെ പ്രതലത്തിൽ ഒരേപോലെ കിടക്കുന്നതാണ് കുക്കുടാസന. ഇങ്ങനെയുള്ള പലതരത്തിലുള്ള പോസ്റ്റേഴ്സാണ്. സോ ആസനാസ് ഇൻക്ലൂഡ് വേരിയസ് പോസ്റ്റേഴ്സ് ടു കീപ് ദ ഇൻറ്റേർണൽ ആൻഡ് എക്സ്റ്റേണൽ ഓർഗൻസ് ഓഫ് ദ ബോഡി. ഇതിലൂടെ നമ്മുടെ ശരീരത്തിൻ്റെ ഇൻറ്റേർണൽ ഓർഗൻസ്, നമ്മുടെ ഉള്ളിലുള്ള ആന്തരിക അവയവങ്ങൾക്കും ബാഹ്യ അവയവങ്ങൾക്കും നല്ല ഒരു എക്സർസൈസ് കിട്ടുകയും അതിൻ്റെ നല്ല ഗുഡ് ഹെൽത്ത് പ്രൊവൈഡ് ചെയ്യുകയും ചെയ്യുന്നു. ഫോർ എവറി ഏജ്, എല്ലാ പ്രായക്കാർക്കും എല്ലാ ഗ്രൂപ്പ് ഓഫ് പീപ്പിളിനും ഇത് പ്രാക്ടീസ് ചെയ്യുന്നതാണ്. ഇത് പ്രാക്ടീസ് ചെയ്യുന്നതിലൂടെ ഇൻറ്റേർണൽ ആസ് വെൽ ആസ് എക്സ്റ്റേണൽ ഓർഗൻസിനെ ഇത് സ്റ്റിമുലേറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് ഈ ഒരു ആസനാസിൻ്റെ പ്രത്യേകത. സോ നെക്സ്റ്റ് ഈസ് എന്താണ് നമ്മൾ അടുത്തത്? പ്രാണായാമയാണ്. പ്രാണായാമ റെഫേഴ്സ് ടു ദ ബ്രീത്തിങ് എക്സർസൈസസ്. അതായത് നേരത്തെ ഞാൻ പറഞ്ഞു ബ്രീത്തിങ് എക്സർസൈസ് ആണ്, വിച്ച് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ ഹ്യൂമൻ ബോഡി. സോ ഓക്സിജനാണ് നമ്മുടെ ഹ്യൂമൻ ബോഡിക്ക് ഏറ്റവും വേണ്ടത്. സോ ദ ഓക്സിജൻ ഇൻടേക്ക് ഇൻ ദ ബോഡി പ്യൂരിഫൈസ് ദ ബ്ലഡ്, വിച്ച് ഈസ് vital for the functioning of internal organs. സോ നമ്മുടെ ഇൻറ്റേർണൽ ഓർഗൻസിൻ്റെ പ്രോപ്പറായിട്ടുള്ള ഫങ്ഷനും അതുപോലെ തന്നെ നമ്മുടെ ബ്ലഡ് പ്യൂരിഫൈ ചെയ്യാനും നമ്മുടെ ബ്ലഡിലുള്ള ഓക്സിജൻ സഹായിക്കുന്നു. അപ്പോൾ ഈ ഒരു ഓക്സിജൻ്റെ ഇൻടേക്ക് കൂട്ടുകയാണ് നമ്മൾ പ്രാണായാമയിലൂടെ ചെയ്യുന്നത്. ബ്രീത്തിങ് എക്സർസൈസിലൂടെ ഡീപ്പ് ബ്രത്ത് എടുത്ത് അതിനെ ഹോൾഡ് ചെയ്യുമ്പോൾ ലങ്സിലേക്ക് നമ്മുടെ ഓക്സിജൻ്റെ അളവ് വളരെയധികം കൂടുകയും അതിലൂടെ നമ്മുടെ ബ്ലഡിലേക്കുള്ള ഓക്സിജൻ സർക്കുലേഷൻ കൂടുകയും ഓക്സിജനെ ബ്ലഡ് കൂടുതൽ അബ്സോർബ് ചെയ്യുകയും ചെയ്യുന്നതിലൂടെ നമുക്ക് പുതിയൊരു ഉണർവ് കിട്ടുകയാണ്. സോ ഇതാണ് നമ്മളിവിടെ എടുത്തു പറയുന്നത്. സോ നെക്സ്റ്റ് വൺ ഈസ് പ്രത്യാഹാര. ദാറ്റ് ഈസ് റിലേറ്റഡ് ടു withdrawal of sense, which leads to providing mental peace, because mind is always busy in the worldly affairs, which may cause stress.
നമ്മുടെ മനസ്സ് എപ്പോഴും ഈ ലോകത്തിൻ്റെ പല ചിന്തകളിലും മുഴുകിയിരിക്കുകയാണ്, വളരെ ബിസി ആയിട്ടിരിക്കുകയാണ്. മൈൻഡ് ഒരിക്കലും അങ്ങനെ റെസ്റ്റ് എടുത്തിരിക്കുന്നില്ല, എപ്പോഴും അത് ബിസി ആയിട്ട് പല കാര്യങ്ങൾ, ലോകത്തിലെ പല വിഷയങ്ങളെക്കുറിച്ച് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ എന്താണ് പ്രത്യാഹാരം എന്ന് പറയുമ്പം നമ്മൾ വിഡ്രോവലാണ്. നമ്മുടെ സെൻസിനെ നമ്മുടെ മൈൻഡിനെ നമ്മൾ ലോകത്തിൽ നിന്ന് വിഡ്രോ ചെയ്ത് തിരിച്ചു കൊണ്ടുവന്ന് നമ്മളിലേക്ക് ഒതുങ്ങുന്നു. സോ മറ്റുള്ള ലോകത്ത് നടക്കുന്ന മറ്റ് എല്ലാ പ്രവർത്തികളിൽ നിന്നും നമ്മുടെ മൈൻഡിനെ എല്ലാത്തിൽ നിന്നും ശ്രദ്ധ തിരിച്ച് നമ്മുടെ സെൻസിനെ നമ്മൾ തിരിച്ച് അല്ലെങ്കിൽ വിഡ്രോ ചെയ്തെടുക്കുന്നതിനെയാണ് പ്രത്യാഹാരം എന്ന് പറയുന്നത്. റിലേറ്റഡ് ടു ദ വിഡ്രോവൽ ഓഫ് സെൻസ് വിച്ച് ലീഡ് ടു പ്രൊവൈഡിങ് മെൻ്റൽ പീസ്. നമുക്ക് മാനസികമായിട്ട് സമാധാനം കിട്ടാൻ വേണ്ടിയിട്ട് മൈൻഡിനെ നമ്മൾ ഉള്ളിലേക്ക് കൊണ്ടുവരുന്നു, ശ്രദ്ധ നമ്മളിലേക്ക് ഉള്ളിലേക്ക് കേന്ദ്രീകരിക്കുന്നതാണ് പ്രത്യാഹാര എന്ന് പറയുന്നത്. ദ നെക്സ്റ്റ് വൺ ഈസ് ധരണ. ധരണ ഈസ് ദ ഇനിഷ്യൽ സ്റ്റെപ്പ് ഓഫ് ഡീപ്പ് കോൺസെൻട്രേറ്റീവ് മെഡിറ്റേഷൻ തുടങ്ങാനുള്ള, ധ്യാനം തുടങ്ങാനുള്ളതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പാണ് ധരണ എന്ന് പറയുന്നത്. ഡീപ്പ് കോൺസെൻട്രേറ്റീവ് മെഡിറ്റേഷൻ, വളരെ ശ്രദ്ധിച്ച് കോൺസെൻട്രേറ്റ് ചെയ്തുള്ള മെഡിറ്റേഷൻ്റെ ആരംഭത്തിനാണ് നമ്മൾ എന്ത് പറയുന്നത്, ധരണ എന്ന് പറയുന്നത്. വേർ ദ ഒബ്ജക്ട്സ് ബീയിങ് ഫോക്കസ്ഡ് അപ്പോൺ ഈസ് ഹെൽഡ് ഇൻ ദ മൈൻഡ്. ഒരു ഒബ്ജക്റ്റിനെ മാത്രമായിട്ട് നമ്മൾ നമ്മുടെ മൈൻഡിൽ അതിലെ ഒബ്ജക്റ്റിനെ മാത്രമായിട്ട് ഫോക്കസ് ചെയ്യുകയാണ്. വിതൗട്ട് കോൺഷ്യസ്നെസ് വേവറിങ് ഫ്രം ഇറ്റ്. അതിൽ നിന്നും ശ്രദ്ധ നമ്മൾ ഒട്ടും മാറാതെ അതിലേക്ക് മാത്രം നമ്മുടെ ശ്രദ്ധയെ കേന്ദ്രീകരിച്ച് കൊണ്ടുവരുന്ന ഈ ഒരു പ്രോസസ്സാണ്, ഇത് ഫസ്റ്റ് സ്റ്റെപ്പാണ്. അതാണ് നമ്മൾ ധരണ എന്ന് പറയുന്നത്. സോ ജനറലി ആക്ച്വലി നമ്മൾ ഈ ഒരു കോൺസെൻട്രേഷൻ നമ്മൾ ഒരു ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞു. യൂഷ്വലി അത് നമ്മൾ ഈ യോഗയ്ക്ക് അത് ഗോഡാണ് നമ്മുടെ ഒബ്ജക്റ്റീവായിട്ട് നമ്മൾ കരുതുന്നത്. അത് ദൈവത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചു കൊണ്ടുള്ള ഒരു മെഡിറ്റേഷൻ അല്ലെങ്കിൽ ധ്യാനത്തിനെയാണ് നമ്മൾ ധരണ എന്ന് പറയുന്നത്. ഈ ധരണ എന്ന് പറയുന്നത് ഫസ്റ്റ് സ്റ്റെപ്പാണ്. സോ ജനറലി ദ ഒബ്ജക്റ്റ് ഓഫ് കോൺസെൻട്രേഷൻ ഈസ് ഗോഡ്. ദൈവം തന്നെയാണ് നമ്മൾ ഈ ഒബ്ജക്റ്റായിട്ട് ഗോഡിനെ ധ്യാനിക്കുന്ന ഒരു പ്രോസസ്സാണ്. ആൻഡ് ദ സെവൻത്ത് വൺ ഈസ് ധ്യാന. When the mind gets fixed on a certain internal or external location and it comes to a state which is free of other mental activities is called ധ്യാന. അപ്പോൾ ധ്യാന എന്ന് പറയുന്നത് ധ്യാനം തന്നെ, നമ്മുടെ മറ്റുള്ള എല്ലാ വറീസിൽ നിന്നും നമ്മൾ മാറി നമ്മുടെ ഇൻറ്റേർണൽ ആൻഡ് എക്സ്റ്റേണൽ ലൊക്കേഷനിലേക്ക് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്ത് അതിൽ എല്ലാ വറീസിൽ നിന്നും ഫ്രീ ആയി, എല്ലാ മെൻ്റൽ ആക്ടിവിറ്റീസിൽ നിന്നും ഫ്രീ ആയിട്ട് വരുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, ധ്യാന. സോ നെക്സ്റ്റ് ഈസ് സമാധി. സമാധി നമ്മൾ പറഞ്ഞു ആക്ച്വലി ഇത് നമ്മൾ യൂണിയൻ ഓഫ് ഗോഡ് എന്നാണ്, യൂണിയൻ അല്ലെങ്കിൽ യുണൈറ്റഡ് വിത്ത് ഗോഡ്, ദൈവവുമായിട്ട് ചേരുന്ന നമ്മുടെ മനസ്സ്, നമ്മുടെ ആത്മാവ് ദൈവവുമായി ചേരുന്ന ഒരു പ്രോസസ്സിനെയാണ് സമാധി എന്ന് പറയുന്നത്. സോ സമാധി ഈസ് ദ അൾട്ടിമേറ്റ് സ്പിരിച്വൽ സ്റ്റേജ് ആഫ്റ്റർ ധ്യാന വെൻ ദ സോൾ ഈസ് യുണൈറ്റഡ് വിത്ത് ഗോഡ്. ഗോഡുമായിട്ട് നമ്മുടെ ആത്മാവിനെ ചേരുന്ന ആ ഒരു പ്രോസസ്സാണ് ഇവിടെ നമ്മൾ സമാധി എന്ന് പറയുന്നത്. സോ ഇപ്പം നമ്മൾ ആ 8 കാര്യങ്ങൾ നമ്മളിവിടെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഐ വിൽ റിപ്പീറ്റ് വൺസ് അഗെയിൻ. എന്തൊക്കെയാണെന്നുള്ളത് പേരുകൾ നമ്മൾ ഒന്നുകൂടെ ഓർക്കുകയാണ്. യാമ, ദെൻ നിയമ, ആസന, പ്രാണയാമ, ദെൻ നെക്സ്റ്റ് വൺ ഈസ് പ്രത്യാഹാര, ആൻഡ് 6th വൺ ഈസ് ധരണ, 7th വൺ ധ്യാന, 8th വൺ സമാധി. സോ ഇത്രയും കാര്യങ്ങളാണ് അഷ്ടാംഗ യോഗയിൽ മെൻഷൻ ചെയ്തിരിക്കുന്നത്. സോ ഇത് ക്ലിയർ ആയില്ലേ? സോ നെക്സ്റ്റ് വൺ ഈസ് നമ്മൾ ഈ ഒരു എനർജി ചക്രാസ് എന്നാണുള്ളത്, എനർജിയുടെ ചക്രങ്ങൾ, അതിനെക്കുറിച്ചാണ്
നമുക്ക് ഇനിയും പറയാൻ പോകുന്ന അടുത്ത സെഷൻ. സോ അതും നമ്മൾ മെയിനായിട്ട് ദർ ആർ 7 എനർജി ചക്രാസ്, അതായത് നമ്മുടെ ഈ ഒരു യോഗയിൽ 7 എനർജി ചക്രങ്ങളെയാണ്, ശരീരത്തിൻ്റെ ഡിഫറെൻ്റ് ആയിട്ടുള്ള പാർട്സിനെ നമ്മൾ എനർജി ചക്രാസ് ആയിട്ട് മെൻഷൻ ചെയ്തിരിക്കുകയാണ്. അത് ഏതൊക്കെയാണ് എന്നുള്ളത് നമുക്ക് ഇവിടെ കാണാം. സോ ദ ഫസ്റ്റ് ചക്ര, ഒന്നാമത്തെ ചക്രയാണ് സഹസ്രാര ചക്ര എന്ന് പറയാം. സോ ഇതിനെ ക്രൗൺ എന്നാണ് പറയാം. നമ്മുടെ തലയുടെ ഭാഗത്താണ് ഈ ഒരു എനർജി ചക്രം അതിനെ മെൻഷൻ ചെയ്തിരിക്കുന്നത്. ഇവിടെ ഒരു ഫിഗറിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും. സോ അത് ബ്രെയിൻ അല്ലെങ്കിൽ തലയുടെ മുകളിൽ ക്രൗൺ, ആ ഭാഗത്താണ് നമ്മൾ ക്രൗൺ എന്നാണ് പറയുന്നത്. നമ്മുടെ തലയ്ക്ക് മുകളിലായിട്ടുള്ള ഒരു എനർജി ചക്രത്തിനെയാണ് നമ്മൾ എന്ത് പറയുക, സഹസ്രാര ചക്ര എന്നാണ് യോഗയിൽ മെൻഷൻ ചെയ്തിരിക്കുന്നത്. ദ സെക്കൻഡ് ചക്ര ഈസ് അജ്ന, ദാറ്റ് മീൻസ് ദ തേർഡ് ഐ എന്നാണ് പറയുന്നത്. അജ്ന മീൻസ് ദ തേർഡ് ഐ, ഏകദേശം കണ്ണിൻ്റെ ഭാഗത്തായിട്ട് ഉണ്ടാകുന്ന ഒരു എനർജി ചക്രത്തിനെയാണ് തേർഡ് ഐ അല്ലെങ്കിൽ അജ്ന എന്ന് പറയുക. ആൻഡ് തേർഡ് വൺ ഈസ് വിശുദ്ധ. വിശുദ്ധ എന്ന് പറയുന്നത് വിശുദ്ധ ചക്ര എന്നാണ് അതിനെ മെൻഷൻ ചെയ്യുന്നത്. ഫസ്റ്റ് വൺ ഈസ് സഹസ്രാര ചക്ര, സെക്കൻഡ് വൺ അജ്ന ചക്ര, തേർഡ് വൺ ഈസ് വിശുദ്ധ ചക്ര. വിശുദ്ധ ചക്ര മീൻസ് ദ ത്രോട്ട്, നമ്മുടെ തൊണ്ടയുടെ ഭാഗം, തൊണ്ടയുടെ അവിടെയുള്ള ഒരു എനർജി ചക്രയാണ് നമ്മൾ വിശുദ്ധ ചക്ര എന്ന് പറയുന്നത്. അത് ഫോർത്ത് വൺ അൻഹാത ചക്ര. അൻഹാത മീൻസ് അതിൽ മെൻഷൻ ചെയ്തിരിക്കുന്ന ഏരിയ ഹാർട്ടാണ്. ഹാർട്ടിൻ്റെ, ഹൃദയത്തിൻ്റെ ഭാഗത്ത് ഈ പിക്ചറിൽ നിങ്ങൾക്കത് ക്ലിയർ ആയിട്ട് കാണാൻ കഴിയും. സോ ദാറ്റ് ഈസ് നോൺ ആസ് അൻഹാത ചക്ര, ഹാർട്ടിൻ്റെ ആ ഭാഗമാണ്. ദ ഫിഫ്ത്ത് വൺ ഈസ് മണിപുരാഗ ചക്ര. മണിപുരാഗ ചക്ര എന്ന് പറഞ്ഞാൽ അപ്പർ അബ്ഡോമൻ, വയറിൻ്റെ മുകൾ ഭാഗം, മുകളിലത്തെ ഭാഗത്ത് കാണുന്ന എനർജി ചക്രയാണ് മണിപുരാഗ ചക്ര എന്ന് പറയുക. സോ സിക്സ്ത് വൺ ഈസ് സ്വാധിഷ്ഠാന ചക്ര, ദാറ്റ് മീൻസ് ലോവർ അബ്ഡോമൻ. ഇവിടെ പിക്ചറിൽ നോക്കി വളരെ വയറിൻ്റെ താഴെ ഭാഗത്തായിട്ട് കാണുന്ന ഒരു എനർജി ചക്രയാണ് ഇവിടെ സ്വാധിഷ്ഠാന ചക്ര എന്ന് പറയുന്നത്. ആൻഡ് സെവൻത് വൺ മൂലാധാര ചക്ര, ബേസ് ഓഫ് സ്പൈൻ, നമ്മുടെ നട്ടലിൻ്റെ ഏറ്റവും താഴത്തെ സ്പൈൻ, ആ താഴത്തെ ഭാഗത്തിനോട് ചേർന്നിട്ട് അവിടെ കാണുന്ന ഒരു എനർജി ചക്രയാണ് നമ്മളെന്ത് പറയുന്നത്, മൂലാധാര ചക്ര. ഇങ്ങനെ 7 എനർജി ചക്രാസാണ് യോഗയിൽ മെൻഷൻ ചെയ്യുന്നത്. സോ ഇതിന് ഓരോന്നിൻ്റെയും, അതായത് ഓരോ ഭാഗത്തിൻ്റെയും ഹെൽത്ത് പെർഫെക്റ്റ് ആകണമെങ്കിൽ ഈ എനർജി ചക്ര കറക്റ്റ് ആയിരിക്കണം. സോ അതിനെ ആക്ടിവേഷൻ എന്ന് പറയാം. ആക്ടിവേഷൻ ഓഫ് ദീസ് ചക്രാസ് വിൽ ഇംപ്രൂവ് ദ ഹെൽത്ത് ഓഫ് ദാറ്റ് പാർട്ട് ഓഫ് ദ ഹ്യൂമൻ ബോഡി. യോഗയിൽ പറയുന്ന പ്രകാരം ഈ എനർജി ചക്രയിൽ ഈ ഓരോ ഭാഗങ്ങളുടെയും ഹെൽത്തിനെ, അതിൻ്റെ പ്രാധാന്യം ആ എനർജി ചക്രയ്ക്കാണ്. അപ്പോൾ ആ എനർജി ചക്ര പ്രോപ്പർ ആയിരുന്നാൽ ആ ഭാഗത്തിന് പ്രോപ്പർ ഹെൽത്ത് ഉണ്ടാവും എന്നുള്ളതാണ് നമുക്ക് ഈ ഒരു ചക്രയുടെ പ്രാധാന്യം. സോ 7 തരം ചക്രാസ് നമ്മളിവിടെ മെൻഷൻ ചെയ്തു. നിങ്ങൾ പിക്ചറിലേക്ക് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ കഴിയും. ഏറ്റവും ടോപ്പിൽ കാണാം ക്രൗൺ എന്ന് മെൻഷൻ ചെയ്തിരിക്കുന്നതാണ് സഹസ്രാര ചക്ര, സെക്കൻഡ് വൺ അജ്ന ചക്ര, വിശുദ്ധ ചക്ര, അൻഹാത ചക്ര, മണിപുരാഗ ചക്ര, ദെൻ സ്വാധിഷ്ഠാന ചക്ര, ദെൻ മൂലാധാര ചക്ര. ഇതൊക്കെയാണ് 7 ചക്രാസ്. സോ ഇവിടെ ക്ലിയറായിട്ട് നിങ്ങൾക്ക് വായിക്കാം. ഓരോ ചക്രേസിലും അവിടെ മെൻഷൻ ചെയ്തിരിക്കുന്നു. അതിൻ്റെ ശരീരത്തിൽ വരുന്ന ഓരോ പാർട്ടുകളും ക്ലിയറായിട്ട് നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട്. അതിവിടെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. സോ നെക്സ്റ്റ് ഈസ് മെഡിറ്റേഷൻ, ധ്യാനം. വാട്ട് ഈസ് മെഡിറ്റേഷൻ? നമുക്കറിയാം, ശ്രീബുദ്ധനെയാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ബുദ്ധൻ മെഡിറ്റേഷൻ അല്ലെങ്കിൽ ധ്യാനത്തിലൂടെ നമുക്കറിയാം, നമ്മുടെ ഹിസ്റ്ററിയിലും എല്ലാം നമ്മൾ പഠിച്ചിട്ടുണ്ട്. ശ്രീബുദ്ധന് പിന്നെന്താണ്
ധ്യാനം എവിടെയാണ്? ഒരു ആൽമരത്തിന് ചുവട്ടിലിരുന്നാണ് ധ്യാനിച്ചത്. അപ്പം അതിനെക്കുറിച്ചും ഏറ്റവും മെഡിറ്റേഷനെക്കുറിച്ച് മെൻഷൻ ചെയ്യുമ്പോൾ തന്നെ ആദ്യം ശ്രീബുദ്ധൻ്റെ ഒരു മുഖമാണ് നമ്മുടെ മനസ്സിൽ ഓർമ്മ വരുന്നത്. സോ എന്താണ് മെഡിറ്റേഷൻ? വാട്ട് ഡു യു മീൻ ബൈ മെഡിറ്റേഷൻ? The real state of meditation is released when one feels light of mind and body, when joy and happiness. When one feels lightness of mind and body with joy and happiness. നമ്മുടെ മനസ്സിന് വളരെ ലൈറ്റ്നെസ് ഫീൽ ചെയ്യുന്ന ആ ഒരു സ്റ്റേറ്റിനെയാണ് നമ്മൾ മെഡിറ്റേഷൻ എന്ന് പറയുക. ധ്യാനം, അതായത് നമ്മുടെ മനസ്സിൻ്റെ ഭാരമൊക്കെ മാറി മനസ്സ് വളരെ ലൈറ്റാവുക, വളരെ എന്താ പറയുക, മൈൻഡ് ബാക്കിയുള്ള ടെൻഷനിൽ നിന്നൊക്കെ മാറി റിലാക്സ്ഡ് ആകുന്ന, മൈൻഡ് മാത്രമല്ല മൈൻഡ് ആൻഡ് ബോഡി വിത്ത് ജോയ് ആൻഡ് ഹാപ്പിനെസ്, വളരെ സന്തോഷം നമുക്ക് തോന്നുന്ന ആ ഒരു പ്രോസസ്സ്, അത് ആ ഒരു മെത്തേഡിനെയാണ് നമ്മൾ മെഡിറ്റേഷൻ എന്ന് പറയാം. അപ്പോൾ ധ്യാനത്തിലൂടെ എന്താണ്? മെഡിറ്റേഷൻ ഈസ് realized when one feel lightness of mind and body with joy and happiness. നമുക്ക് സന്തോഷം, മനസ്സിന് വളരെ ലൈറ്റ്നെസ് തോന്നുകയും ശരീരവും മനസ്സും സന്തോഷമായിരിക്കുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ മെഡിറ്റേഷൻ എന്ന് പറയുന്നത്. സോ മെഡിറ്റേഷൻ ഇൻക്ലൂഡ് സ്ലീപ്പ് ആൻഡ് മെഡിറ്റേഷൻ പ്രധാനമായിട്ടും മെഡിറ്റേഷൻ എന്താണ് നമ്മളെ ഇൻഡ്യൂസ് ചെയ്യുക എന്നുള്ളത് നോക്കാം. മെഡിറ്റേഷൻ ഇൻഡ്യൂസ് സ്ലീപ്പ് ആൻഡ് ഹാസ് ആൻറ്റി ഏജിങ് ഇഫക്റ്റ്. സോ മെഡിറ്റേഷനിലൂടെ നമുക്ക് കിട്ടുന്ന ഗുണങ്ങളാണ് അത് ഇൻഡ്യൂസ് ചെയ്യുന്നു. ഉറക്കമില്ലായ്മ ഉള്ള ആൾക്കാരൊക്കെ ഈ മെഡിറ്റേഷൻ നടത്തി കഴിഞ്ഞാൽ നല്ല ഗുഡ് സ്ലീപ്പ് കിട്ടും. അപ്പോൾ നമുക്ക് റിലാക്സേഷൻ ഫീൽ ചെയ്യും. അപ്പം മെഡിറ്റേഷൻ ഇൻഡ്യൂസ് സ്ലീപ്പ് ആൻഡ് ഹാസ് ആൻറ്റി ഏജിങ് ഇഫക്റ്റ്. അപ്പം ആൻറ്റി ഏജിങ് ഇഫക്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഏജ് ഉണ്ടാകുന്നത്, ആൻറ്റി ഏജിങ്ങിനെ തടയുന്നു, അല്ലെങ്കിൽ വാർദ്ധക്യം ഉണ്ടാകുന്നതിനെ ഒരു പരിധിവരെ തടയാൻ മെഡിറ്റേഷൻ ആവുന്നു എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഇറ്റ് ഓൾസോ പ്രിവെൻറ്റ് വേരിയസ് ഡിസീസ്. അതുപോലെ തന്നെ ഈ ഒരു മെഡിറ്റേഷനിലൂടെ പല രോഗങ്ങളെയും നമുക്ക് തടയാൻ കഴിയും. നമ്മുടെ സൗണ്ടായിട്ടുള്ള ഹാപ്പി ആയിട്ടുള്ള മൈൻഡും പിന്നെ ജോയ്ഫുൾ ആയിട്ടുള്ള മൈൻഡും ബോഡിയും ഉള്ളപ്പം രോഗങ്ങൾ നമുക്ക് കുറവായിരിക്കും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. സോ മെഡിറ്റേഷൻ ഇൻഡ്യൂസ് സ്ലീപ്പ് ആൻഡ് ഹാസ് ആൻറ്റി ഏജിങ് ഇഫക്റ്റ്. ഇറ്റ് ഓൾസോ പ്രിവെൻറ്റ്സ് വേരിയസ് ഡിസീസ്. പല രോഗങ്ങളെയും തടയുവാൻ അല്ലെങ്കിൽ കുറയ്ക്കുവാൻ കഴിയുന്ന ഒരു പ്രോസസ്സാണ് മെഡിറ്റേഷൻ. So actually then we can see stress should be regarded as a serious health problem resulting in the development of various diseases which may be fatal ultimately. ഈ സ്ട്രെസ് മൂലം ഇന്ന് ലോകത്തിൽ ഒരുപാട് രോഗങ്ങൾ ഉണ്ടാകുന്നുണ്ടെന്നും ആ രോഗങ്ങൾ ഏതൊക്കെയാണെന്നൊക്കെ നമ്മൾ ഫസ്റ്റ് പാർട്ടിലൊക്കെ കണ്ടതാണ്. നമുക്കറിയാം, ബ്ലഡ് പ്രഷർ ഉണ്ടാകും, BP, ഹാർട്ട് അറ്റാക്സ്, ദെൻ പലതരത്തിലുള്ള ഹെഡ് ഏക്ക്, സ്ലീപ്ലെസ് ആയിട്ടുള്ള അവസ്ഥ, ഹെഡ് ഏക്ക്, പെയിൻസ്, പലതരത്തിലുള്ള പെയിൻ, ആർത്രൈറ്റിസ്, അൾസേഴ്സ്, ഇങ്ങനെയുള്ള ഒരുപാട് രോഗങ്ങൾ ഫിസിക്കലായിട്ടുള്ളതും മെൻ്റലായിട്ടുള്ള പല പ്രോബ്ലംസൊക്കെ ഉണ്ടാകുന്നത് ഈ സ്ട്രെസ്സിലൂടെയാണ്. സോ ഇന്ന് ലോകത്തിലെ പ്രധാനപ്പെട്ട ഒരു എന്താ പറയുക, നമ്മൾ അഭിമുഖീകരിക്കുന്ന ഒരു പ്രധാന പ്രശ്നമാണ് ഈ ഒരു സ്ട്രെസ് എന്ന് പറയുന്നത്. അപ്പം അത് പിന്നെ പല രോഗങ്ങൾക്കും കാരണമാകുന്നു. പല രോഗങ്ങളിലൂടെ ഒരുപാട് മരണങ്ങൾക്കും കാരണമാകുന്ന ഒരു അവസ്ഥയാണ് സ്ട്രെസ് മൂലം ഉണ്ടാകുന്നത്. സോ ultimately yoga and meditation is practiced regularly would prevent or reduce or cure stress symptoms depending on the complication arising from stress. സോ സ്ട്രെസ്സ്, ഈ യോഗയും മെഡിറ്റേഷനും നമ്മൾ റെഗുലറായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നതിലൂടെ നമ്മുടെ ഇത്തരത്തിലുള്ള ഇപ്പോൾ ജീവിതശൈലി രോഗം ആണ് നമ്മളിപ്പോൾ ഫേസ് ചെയ്യുന്ന പ്രധാന പ്രശ്നമാണ് ലോകത്ത് നിന്നുള്ള ജനങ്ങൾക്ക്
ഉണ്ടാകുന്ന ഒരുപാട് രോഗങ്ങൾക്ക് കാരണം ജീവിതശൈലിയാണ്. സോ എക്സർസൈസ് പ്രോപ്പറായിട്ടുള്ള എക്സർസൈസ് ചെയ്യാത്ത അവസ്ഥ, അപ്പോൾ ഇങ്ങനെയുള്ള മാനസിക സമ്മർദ്ദങ്ങൾ, ജോലി സ്ഥലങ്ങളിലും മറ്റും ഉണ്ടാകുന്ന സമ്മർദ്ദങ്ങൾ, സോ ഇങ്ങനെയുള്ള ഒരുപാട് പ്രോബ്ലംസിനെയൊക്കെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ യോഗ ആൻഡ് മെഡിറ്റേഷൻ എന്നുള്ള പ്രാക്ടീസ് സഹായിക്കുന്നു എന്നുള്ളതാണ്. സോ സ്റ്റോപ്പ് സ്ട്രെസ്സിങ്, സ്റ്റാർട്ട് ലീവിങ് എന്നുള്ള ഒരു മെസ്സേജാണ് നമുക്ക് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഇവിടെ നമുക്ക് സ്ട്രെസ് സ്റ്റോപ്പ് ചെയ്യുക, നമുക്ക് സ്റ്റാർട്ട് ലീവിങ്, ജീവിതം തുടങ്ങുക. ഇപ്പം നമുക്ക് ഒരുപക്ഷെ നമ്മൾ ലോക്ക്ഡൗൺ പീരീഡിലൊക്കെ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടാകും. എല്ലാവരുടെയും കുറേ സ്ട്രെസ്സൊക്കെ, ജോബ് സ്ട്രെസ്സും ഒക്കെ വളരെ കുറഞ്ഞ് ഒരു വളരെ ജോയ്ഫുള്ളായിട്ടുള്ള ഒരു ലൈഫായിരുന്നു. സോ സ്റ്റോപ്പ് സ്ട്രെസ്സിങ്, സ്റ്റാർട്ട് ലീവിങ് എന്ന് പറഞ്ഞാൽ രോഗമില്ലാത്തവർക്ക് അവരെ സംബന്ധിച്ചിടത്തോളം വളരെ ഒരു സ്ട്രെസ് ഇല്ലാത്ത അവസ്ഥ ഉണ്ടായിരുന്നു. അപ്പം നമുക്ക് തരാനുള്ള മെസ്സേജ്, അപ്പം നമുക്ക് ജോലി ഒക്കെ നമ്മൾ ചെയ്യുന്നവരും വിദ്യാർത്ഥികൾക്കും ഒക്കെ ഈ ഒരു യോഗ ആൻഡ് മെഡിറ്റേഷനിലൂടെ സ്ട്രെസ്സിനെ കുറയ്ക്കാം. സ്റ്റാർട്ട് ലീവിങ്. ഓക്കെ, താങ്ക് യു.